ഉത്തരാഖണ്ഡിലെ ധരാലി ഗ്രാമത്തിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായ 67 പേർ മരിച്ചതായി പ്രഖ്യാപിച്ച് ആഭ്യന്തര മന്ത്രാലയം. ദുരന്തമുണ്ടായി 52 ദിവസം കഴിഞ്ഞിട്ടും ഒരു വിവരവുമില്ലാത്ത സാഹചര്യത്തിലാണ് നടപടി. ഓഗസ്റ്റ് 5-നുണ്ടായ മേഘവിസ്ഫോടനത്തിൽ 5 പേർ മരിച്ചിരുന്നു. വിവരങ്ങളുമായി അഞ്ജു ചേരുന്നു. അഞ്ജു, 52 ദിവസമായി ദുരന്തമുണ്ടായിട്ട് ഇതുവരെയും അവരെ കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി എന്ന് തന്നെ മനസ്സിലാക്കാം, അല്ലേ? കാളിദാസ്, ഓഗസ്റ്റ് 5-നായിരുന്നു ഇത്തരത്തിൽ ഉത്തരാഖണ്ഡിലെ ഉത്തരാകാശി ജില്ലയിലെ ധരാലി ഗ്രാമത്തിൽ ഇത്തരത്തിലൊരു മേഘവിസ്ഫോടനം ഉണ്ടാകുന്നത്. ഈ മേഘവിസ്ഫോടനത്തിൽ 5 പേർ മരണപ്പെട്ടിരുന്നു. കൂടാതെ 67 പേരെ കാണാതാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കാണാതായ 67 പേരും മരിച്ചതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം. ഇത് കാരണം ഈ ദുരന്തമുണ്ടായിട്ട് 52 ദിവസം പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ ആഭ്യന്തര മന്ത്രാലയം ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തുന്നത്. അതിന് കാരണം ഈ ദുരന്തമുണ്ടായ 52 ദിവസം കഴിഞ്ഞിട്ടും ഇവരെ പറ്റി, ഈ കാണാതായവരെ പറ്റി ഒരു വിവരവും ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം. കൂടാതെ ഈ ദുരന്ത സഹായം, ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് സഹായം ലഭ്യമാക്കാൻ കൂടിയാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയതെന്നാണ് വിവരം. അതുപോലെ ഈ കാണാതായ 67 പേരിൽ 25 പേർ നേപ്പാളി പൗരന്മാരാണ്. ഈ കാണാതായവരുടെ കുടുംബത്തിന് എത്രയും പെട്ടെന്ന് ധനസഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം ആഭ്യന്തര മന്ത്രാലയം നടത്തിയിരിക്കുന്നത്. സാധാരണ ഒരു ദുരന്തമുണ്ടായി ഏകദേശം ഒരു 7 വർഷം കഴിയുമ്പോഴാണ് ഈ ദുരന്തത്തിൽ കാണാതായവരെ മരിച്ചതായി പ്രഖ്യാപിക്കുക. എന്നാൽ ഇത് ദുരന്തമുണ്ടായി 52 ദിവസം പിന്നിടുമ്പോഴാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ബന്ധുക്കളുടെ അഭ്യർത്ഥനയിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. കാണാതായ വ്യക്തികളെ മരിച്ചതായി പ്രഖ്യാപിക്കാൻ ആവശ്യമായ 7 വർഷത്തെ കാത്തിരിപ്പ് ഒഴിവാക്കിയാണ് മരണ രജിസ്ട്രേഷൻ നടത്താൻ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ പ്രത്യേക അനുമതി നൽകിയത്. ഈ അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര മന്ത്രാലയം ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇതോടെ ധരാലിയിലെ പ്രളയത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾ ധനസഹായത്തിന് അർഹരാകും. ഇതുവരെ ധരാലിയിലുണ്ടായ ഈ മേഘവിസ്ഫോടനത്തിൽ 5 പേർ മരണപ്പെട്ടിരുന്നു. 5 പേരുടെ മൃതദേഹമാണ് അവിടെ നിന്നും കണ്ടെടുത്തത്. ബാക്കി കാണാതായ 67 പേരെയും മരിച്ചതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ദുരന്തമുണ്ടായതിനു ശേഷം ഈ ദുരന്തബാധിത കുടുംബങ്ങൾക്ക് ഒരു 5000 രൂപയുടെ ചെക്ക് വിതരണം ചെയ്തിരുന്നു. അതായത് ധരാലിയിലെയും ഹർഷിലെയും കുടുംബങ്ങൾക്ക്, ദുരന്തബാധിത കുടുംബങ്ങൾക്ക് 5000 രൂപയുടെ ചെക്ക് വിതരണം ചെയ്തിരുന്നു. എന്നാൽ ഈ ചെക്ക് അവിടെയുള്ള ഗ്രാമീണർ നിരസിക്കുകയാണ് ഉണ്ടായത്. പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയർന്നിരുന്നു. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തങ്ങൾക്കുണ്ടായ നഷ്ടത്തിന്റെ വ്യാപ്തി കുറച്ച് കാണുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ഗ്രാമീണർ ഇത്തരത്തിലൊരു ആരോപണം ഉയർത്തിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ആഭ്യന്തര മന്ത്രാലയം തന്നെ ഈ 67 പേരെ കാണാതായി 67 പേരെയും മരിച്ചതായിട്ട് പ്രഖ്യാപിച്ച് ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കാളിദാസ്. ശരി, അഞ്ജുവാണ് വിവരങ്ങൾ നൽകിയത്. ഉത്തരാഖണ്ഡിലെ ധരാലി ഗ്രാമത്തിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായ 67 പേരെയും മരിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം. 52 ദിവസം കഴിഞ്ഞിട്ടും ഒരു വിവരവും ലഭിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് നടപടി.